ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊഫൈൽ എൽ ഇ ഡി അല്ലെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ എൽ ഇ ഡി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയായിരിക്കും ഭയങ്കരമായിട്ട് അടുത്ത് വരുന്ന, അതായത് എൽ ഇ ഡികൾ ഭയങ്കരമായിട്ട് ഒറ്റ സ്ക്വയർ ബാർ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അതിൽ ചാനൽ കാര്യങ്ങൾ ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കോർണർ കണ്ടോ ഈ ഏരിയയിൽ വരുന്ന സമയത്ത് എൽ ഇ ഡി നമുക്ക് തന്നെ ഒട്ടിക്കാൻ പറ്റും. സ്ട്രിപ്പ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എൻ്റെ എൽ ഇ ഡികൾ അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ പ്രൊഫൈൽ എൽ ഇ ഡി കാര്യങ്ങളുടെ ചാനൽ നമ്മൾ എവിടെയാണ് ഉറപ്പിക്കേണ്ടത് അത് നമ്മൾ ഉറപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ കണ്ടോ ഈ ബിറ്റ് നമ്മൾ തുളച്ചിട്ട് ഏറ്റവും കോർണർ എവിടെയാണോ വളഞ്ഞു വരേണ്ട ഏരിയ അവിടെ നമ്മളൊരു ഹോൾ ഇടണം. ശ്രദ്ധിച്ചിടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിറ്റ് ഹോൾ ഇടുന്ന സമയത്ത് കറക്റ്റ് എൽ ഇ ഡി ഉണ്ട്. ഇപ്പോൾ എൽ ഇ ഡിയുടെ ആ സ്ട്രിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, ആ ഏരിയയിൽ വരുന്ന സമയത്ത് ആ എൽ ഇ ഡി സ്ട്രിപ്പ് നേരെ ഹോൾ വഴി നേരെ സീലിങ്ങിൻ്റെ മുകളിലേക്ക് തള്ളി വിടും. അതിൽ നിന്ന് കർവ് ചെയ്ത് നേരെ താഴേക്ക് എടുക്കും. അപ്പോൾ കുറച്ച് എൽ ഇ ഡിയുടെ കുറച്ച് ഏകദേശം ഒരു 2-3 സെൻറ്റിമീറ്റർ ജസ്റ്റ് അകത്തേക്ക് കയറി കിടന്നതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വളച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം തുടങ്ങുന്ന സമയത്താണെങ്കിലും വയർ ഇടാൻ വേണ്ടിയിട്ട് അതായത് ഡി സി വയറാണ്. ഡി സി വയർ അവിടെ കൊടുക്കും. ഡി സി ആണ് വരുന്നത്, 12 വോൾട്ട് ഡി സി ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അഡാപ്റ്റർ നമ്മൾ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഏരിയകളിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി അതെങ്കിലും താഴെ എവിടെയെങ്കിലും കൊടുക്കാൻ വേണ്ടി അവിടെയും കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വരുന്ന കോർണർ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ എൽ ഇ ഡി സ്ട്രിപ്പ് നേരെ വന്നു വളച്ച് നേരെ അകത്തേക്ക് കയറ്റി അതിനുശേഷം തിരിച്ചെടുത്തതിന് ശേഷം കണ്ടോ അപ്പോൾ ഒരു കർവ് ആ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ റൗണ്ട് നമ്മൾ ഹോള് കൊടുത്തേക്കണ അതിൻ്റെ മുകളിലായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ സീലിങ്ങിൻ്റെ മുകളിൽ കൊടുത്തു. അതിനുശേഷം ആ കർവ് നേരെ എടുക്കുക. അതല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. നമ്മൾ പതുക്കെ അറിയില്ല, കുറേ നാളുകൾക്ക് ശേഷം പതുക്കെ അതവിടെ ആ വളച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒടിഞ്ഞ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് എൽ ഇ ഡി തെളിയാത്തൊരവസ്ഥ വരും. അപ്പോൾ പിന്നെ ആദ്യമേ ഇതിനെ കണക്ഷൻ കൊടുക്കുന്ന സമയത്താണ് ഇതുപോലെ തന്നെ നേരെ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് കുറച്ച് ഭാഗം മുകളിലേക്ക് കയറ്റിയിടുക. ഈ ഏരിയ നമ്മൾ കർവ് ചെയ്തിട്ട് നേരെ അകത്തേക്ക് എടുത്ത് നേരെ പുറത്തേക്ക് എടുത്ത് അതിനുശേഷം നേരെ കർവ് ചെയ്ത് ഒട്ടിച്ച് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ പ്രൊഫൈലായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ പ്രൊഫൈലിൻ്റെ ചാനൽ നമ്മളിവിടെ ജിപ്സത്തിൽ നേരെ ഒട്ടിച്ച് കർവ് അതായത് ഗ്രൂ അടിച്ച് അതിൽ ഉറപ്പിച്ചതിന് ശേഷം പുട്ടി കാര്യങ്ങളെല്ലാം വർക്ക് കഴിഞ്ഞ് ഏറ്റവും അവസാനം വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. പ്രൊഫൈൽ എൽ ഇ ഡികളുടെ ലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. സാധാ എൽ ഇ ഡി സ്ട്രിപ്പിനെ അപേക്ഷിച്ച് അതായത് സാധാ എൽ ഇ ഡി സ്ട്രിപ്പിൽ ഒരു 3 എൽ ഇ ഡി ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിം സ്ഥലത്ത് അതേ സ്പേസിൽ തന്നെ 6 എൽ ഇ ഡി എങ്കിലും മിനിമം ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈൽ എൽ ഇ ഡിയിൽ വരും. അതുകൊണ്ടാണ് അത്രയും കളറായിട്ട് നമുക്ക് വളരെ അടുത്ത് നമുക്ക് ലൈറ്റുകൾ ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ലൈറ്റുകൾ അടുത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളയ്ക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വളയുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള രീതിയിൽ ചെയ്താൽ വളരെ കാലങ്ങളോളം പ്രൊഫൈൽ എൽ ഇ ഡി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങൾ ആംബിയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഈ വീഡിയോയിൽ ചെയ്ത വലിയ ലെങ്തി ആയിപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അഡാപ്റ്ററുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഒരു മീറ്ററിൽ എത്ര ആംബിയർ അഡാപ്റ്റർക്ക് ഉപയോഗിക്കണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.